ദേവി, ദേവിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുന്നേ. എന്താ ഏട്ടാ വഴിയിലാണോ നിൽക്കുന്നേ? ബാക്കിയുള്ളവർക്കും തൊഴണ്ടേ? ഞാനൊരു മാന്യനാണ്ട് കൊള്ളാം, അങ്ങോട്ട് മാറി തൊഴടോ നാറി. എന്നെ പെണ്ണിനെ മാത്രം കാത്തുള്ളേ. പോകളവാ ഈ പൂർ ഫിലോസിന്റെ അടുത്ത് സംസാരിച്ച സമയങ്ങളാണ് ഏട്ടായി. നമുക്ക് പോവാം. വാ. അത് തന്നെ, നമുക്ക് പോവാം ബേബി. ഏട്ടായി ഒരു കട്ടൻ കാപ്പി കുടിച്ചാലോ? കാപ്പിയൊക്കെ വാങ്ങിച്ചു വാ. ഇവിടുത്തെ നല്ല വലിയ വിഗ്രഹമല്ലേ. ഇപ്പൊ ജില്ലാ കളക്ടറാ. நான் போறேன் மாமா. ചിങ്കോ, നിനക്ക് എന്തിനു പറ്റിയടാ? மாமா, என்னால இனி இந்த வீட்டு இருக்க முடியாது. நான் போறேன். നിനക്ക് എന്തരടേ? പറ. மாமா, இங்க பேய் இருக்கு. പേയാ? மாமா, பிசாசு பிசாசு. പിശാചാ? ஆமா. ഓഹോ, ഇവനൊക്കെ ഏത് കാലത്തടാ ജീവിക്കണത് എന്റെ ഓമനക്കുട്ടാ? പിള്ളൊരു കാര്യം ചെയ്, നിനക്ക് ഇവിടെ താമസിക്കാനല്ലേ കുഴപ്പമുള്ളൂ. അതാണ്ടല്ല ഒരു ചൊരപ്പില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കണം എന്റെ വീട്ടിൽ. നീ കൂടെ കുടിക്കോ? നീ എന്റെ കൂടെ വന്നാൽ കൊണ്ട് കയറും. കൊണ്ട് കയറുന്നതൊക്കെ കൊള്ളാം. പിള്ളക്ക് ഇവിടത്തെ ചരിത്രങ്ങളൊന്നും അറിഞ്ഞൂടാ. നിന്റെ വായിന്ന് കമാ കുമാന്നൊരക്ഷരം വേണ്ടി പോരുന്നു. അണ്ണാ, എന്റെ വായിന്ന് കമൂന്നൊരക്ഷരം മിണ്ടൂല. നിനക്കറിയാമോ, പണ്ട് ഇവിടെ ഒരു കാരണവരുണ്ടായിരുന്നു, നീലകണ്ഠ പിള്ള. ഈ ബാലപ്പിള്ളയുടെ തന്തയുടെ തന്ത. അങ്ങനെ ഇവിടെ കാണിച്ചു കൂട്ടിയ കണ്ണന്തരവിന് കയ്യും കണക്കും ഇല്ല. അത്രക്ക് ചെറ്റയാണ്. വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അന്ന് ഈ തറവാട്ടിൽ നീലാംബരി എന്ന പേരുള്ള തമിഴത്തി വേലക്കാരി ഉണ്ടായിരുന്നു. അവളുടെ അഴകിൽ മതിമറന്ന നീലാണ്ട പിള്ള അവളെ വശീകരിക്കാൻ പല വഴിയും നോക്കി. ഒന്ന് പോവണ ഇങ്ങനെ പിറകെ നടക്കാതെ. അതിന് തടസ്സം നിന്ന് അവളെ ഭർത്താവിനെ തറവാട്ട കുളത്തിൽ മുക്കിക്കൊന്നു. എന്നിട്ട് അവളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് വന്ന് തറവാട്ടിലെ കട്ടിലിൽ കെട്ടിയിട്ട് മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നു. ആ കട്ടിലാണ് നീ ഇപ്പൊ കിടക്കണത്. നിനക്കറിയോ, ഒന്നാം പക്കം തറവാട്ടിന്റെ മുമ്പിൽ അവളുടെ തൂങ്ങിയാടുന്ന ശവശരീരമാണ് നാട്ടുകാർ കണ്ടത്. പ്രതികാരദാഹിയായ നീലാംബരിയുടെ പ്രാണം ഇന്നും ഈ തറവാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവളെയാണ് നീ ഞാനും ഇന്നലെ കണ്ടത്. ഞാൻ ഇനി എന്നാ പണ്ണുവേ? നീ ഒന്നും പണ്ണണ്ട. ഇതിനൊക്കെ പരിഹാരം കാണാൻ ഒരാൾ വരുന്നുണ്ട്. ശശാങ്കൻ. അതിയാര്? തന്ത്രി ശശാങ്കൻ. പറത്തി വിറ. അലമ്പൊന്നും കാണിക്കല്ലേ. എന്തിയടാ? എന്താ വരാൻ പറഞ്ഞു? അഞ്ജു മൊത്തം പ്രശ്നത്തിലാണ്. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളുടെ കാര്യം അവളുടെ വീട്ടിൽ തൂക്കി. ഇപ്പൊ അവള് പുറത്തും വിടുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ നേരിൽ കാണണം അഞ്ജു. അതിനെങ്ങനെയെങ്കിലും കീർത്തിയെ വിളിച്ച് പുറത്തിറക്കണം. ഇല്ലെങ്കിൽ ആ ബാലൻപിള്ള അവളുടെ ആ മുറച്ചിറക്കനെ കൊണ്ട് അവളെ കെട്ടിക്കും. അതിന് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ ഒന്ന് കൂടെ നിന്ന് തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്റെ തലേ വരും ലാസ്റ്റ്. നിനക്കൊരു പ്രശ്നവും വരൂല. ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ജസ്റ്റ് കൂടെ വന്നാൽ മതി. എന്റെ തലേ വരൂലല്ലോ. ഇല്ലെന്നേ, നീ എന്നെ വിശ്വസിക്കേ. എന്തോന്ന് പ്ലാൻ? അത് പറയാം. നോമം ഇവിടെ ചില അനർത്ഥങ്ങൾ കാണുന്നുണ്ട്. നോമും തിരുമേനി അത് കന്നിമാസാകണ്ട. വരണം തിരുമേനി, വരണം. അവിടെ തന്നെ കടി. വരണം തിരുമേനി, ഒന്നുകൂടി വരണം. ഇവിടെ എന്ത് പട്ടി വെട്ടി കിടക്കുന്നു? പട്ടിക്ക് എന്താ പറ്റൂടെ? തിരുമേനി എങ്ങനെയാ വന്നത്? ക്രൂ നമ്മൾ ബെൻസിലാ വന്നേ. എങ്ങനെയുണ്ട് തിരുമേനി?
തിരുമേനി കൊണ്ട് കേറും. തിരുമേനി അകത്തേക്ക് ആഗതനായാലും വേണ്ട, ആ കാര്യങ്ങൾ പറയാ. ഓ പറഞ്ഞോളാ, എന്നാ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളാ. അന്നൊരു ദിവസം ഞാൻ റൂമിൽ കിടന്നിങ്ങനെ ഉറങ്ങി. പെട്ടെന്ന് ഒരു ശബ്ദം. ഞാൻ പെട്ടെന്ന് ടോർച്ചെടുത്ത് പുറത്ത് വന്നിങ്ങനെ അടിച്ചു നോക്കി. ആരെയും കാണാനില്ല. ഇരുട്ട് കുറ്റാ കൂരിട്ട്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോവാണ്, പേടിച്ച് ആരും അറിയാതെ. അപ്പൊ നോക്കുമ്പോണ്ടാ ഒരു വെളുത്ത രൂപം, മുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ട് എന്നെ നോക്കി ദാണ്ട് ഇങ്ങനെ നടന്നു വരണം. എന്നെ ഒറ്റപ്പിടി. എനിക്കൊന്നും എന്റെ കാലവാരി താര ഒറ്റയാടി. ഞാൻ തരിച്ചുപോയി. ഇതാണ് അന്ന് നടന്ന സംഭവം. അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചെത്തിക്ക് ഇവിടെ എന്തോ വലുത് വരായിരിക്കുന്നു. അയ്യോ, അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ തിരുമേനി? ആ പലഹാരം, ഉഴുന്നുവട, സമൂസ, അങ്ങനെ എന്തെങ്കിലും. ചിക്കൻ ബർഗർ ആയാലും. നോം വെച്ച ഓ എന്നാ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബിരിയാണി എന്തിനാ? അല്ല, നോൺ വെജ് എന്ന് പറഞ്ഞു. ഹൈ, നോം വെച്ചെന്നാ പറഞ്ഞേ, മനസ്സിലായോ? എടാ ചുമ്പാ, ഇയാള് മിണ്ടാണ്ടിരിക്കുക, തൊടാണ്ടിരിക്കുക. ബിരിയാണി മതിയായിരുന്നു. ആരൊക്കെയാ അവളെ കണ്ടേ? ഞാൻ കണ്ടു. ശരി, ആരൊക്കെയാ അവളെ കാണാത്തെ? മോള് മാത്രം കണ്ടില്ല. ആ, അപ്പൊ അവൾ ആദ്യം കാണട്ടെ. വന്നോളൂ, ഇരിക്കാ അവിടെ. വന്നോളൂ. വേണ്ടേ? നോം ആദ്യം കാണട്ടെ. മാറുക. ഡേ, അത് ശരി. അവരടുത്ത് പൂജയ്ക്കുള്ള എവിടെ നീട്ടിയടാ ഇതിനെ? തിരുമേനിയുണ്ട്, ശിഷ്യനും ഉണ്ട്, രണ്ടും കൊണ്ട് കേറും. ഹലോ, എന്താടി? ദീപോട്ടാ, എന്താ? അച്ഛൻ ഇവിടെ ഏതോ മന്ത്രവാദി വിളിച്ചു വരുത്തിയിരിക്കാം. നിങ്ങളന്ന് സാരി ഉടുത്ത് വന്നില്ലേ, അത് കണ്ട് പേടിച്ചിട്ടാവും. ഞാനിപ്പോ എന്താ ചെയ്യാ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. ശരി. ഈ മുറി. ഏയ്, അതൊക്കെ പോവാൻ നേരത്തെ ഇങ്ങ വാ. വാതിൽ തുറക്കാ അങ്ങട്. വെറുതെ അല്ല പൂട്ടിയിട്ടിരിക്കാൻ തോന്നുന്നു. തന്ത്രി ശശാങ്കന വന്നേ, വാതിൽ തുറക്ക. ആ ശശാങ്കൻ വിളിച്ചാ തുറക്കില്ലേ? അയ്യോ, എന്റെ കണ്ണടിച്ചു പോയി. കറണ്ട് പോയടാ മണ്ട. എനിക്ക് പേടിയാ. വാത ഇവിടെ തന്നെ. ഹോമം തുടങ്ങിക്കോ. പേടിയുണ്ടോ? ഉണ്ട്. ഓടിയാലാ? പോടാ. വാടാ. വാട ഇങ്ങള് വിളിക്കാത്തോണ്ടാ. പോടാ. ഒഴിഞ്ഞു പോവൂ നീ. ഇല്ല പോവൂലേ? ഇല്ല. മണിയറ. ഇന്നാ നീ ഒഴിഞ്ഞു പോത്തില്ലേ? നിന്നെ ഒഴിയിപ്പിക്കാൻ എനിക്കറിയാം. ഒഴിഞ്ഞു പോ. പോത്തില്ലേ? ഒഴിഞ്ഞു പോ. നാനിക്കുട്ടാ, എന്റെ മോട്ടാ.